പാലക്കാട് കാഞ്ഞിരപ്പുഴ വാക്കോടിൽ കൂട്ടിലായ പുലിയെ ഉൾക്കാട്ടിലേക്ക് തുറന്നുവിട്ടു. കാസർഗോഡ് ഇരിണിയിൽ പുലിയും പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ കടുവയും ഇറങ്ങിയതിൻ്റെ ആശങ്കയിലാണ് ജനം ഇപ്പോൾ. ശബരിമല മരക്കൂട്ടം യു-ടേൺ ഭാഗത്തും കാട്ടാന ഇറങ്ങി. പാലക്കാട് വാക്കോട് മേഖലയിൽ കാലങ്ങളായി ഭീതി പടർത്തിയ പുലിയാണ് ഇന്നലെ രാത്രി 10 മണിയോടെ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത്. ഇന്നു പുലർച്ചെ ശിരുവാണി കേരളമേട് കാട്ടിൽ തുറന്നുവിട്ട 4 വയസ്സുള്ള പുലിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. വരും ദിവസങ്ങളിലും വനം വകുപ്പ് നിരീക്ഷണം തുടരും. കാസർഗോഡ് ഇരണ്ണിയിൽ പുലിയിറങ്ങിയതിലെ ആശങ്കയിലാണ് ജനം. ഇന്നലെ രാത്രി കുണിയേരി വെള്ളാട് സ്വദേശി നാരായണന്റെ വീട്ടിൽ വളർത്തുനായെ പുലി ആക്രമിച്ചു. മുളിയാർ റിസർവ്ഡ് വനമേഖലയിൽ നിന്നാണ് പുലിയെത്തിയത്. വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതി ലഭിച്ചാലുടൻ പ്രദേശത്ത് കൂട് സ്ഥാപിക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ കടുവ ആടിനെ കടിച്ചുകൊന്നെന്ന് നാട്ടുകാർ പറഞ്ഞു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ഇന്ന് രാവിലെ 11 മണിക്കാണ് ഫാമിന്റെ തൊട്ട് താഴെ നമ്മൾ ആടിനെ തീറ്റിക്കാൻ ഇറക്കിയപ്പോൾ കടുവയുടെ ആക്രമണത്താൽ ഒരു ആട് നഷ്ടപ്പെട്ടത്. വനപാലകരും ഗവൺമെന്റും ഇത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് എന്തെങ്കിലും നടപടികൾ എത്രയും വേഗം ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ശബരിമല മരക്കൂട്ടം യു-ടേൺ ഭാഗത്ത് കാട്ടാന ഇറങ്ങി. സംരക്ഷണ വേലി തകർത്തു. വനം വകുപ്പും പോലീസും ചേർന്ന് ആനയെ വിരട്ടി കാട്ടിലേക്ക് തിരിച്ചയച്ചു. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.